സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, കട്ടപ്പന. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലത തൻ ചാരുതയോ. മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ Celebrating 50 magical years. Ledha Textiles, Main Road, കട്ടപ്പന. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ്. സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടൻ നീ വിളിച്ച് പറയുന്ന കടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീയൊക്കെ അല്ലേ വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. എടാ നിനക്കല്ല കിടുക്കി ഡ്രസ്സ് വേണം, നീ ആ പെട്രോളിലോട്ട് ചെല്ലു. എടാ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്, നല്ല കളക്ഷനാ. പെട്രോൾ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. KG's ജുവലറി, കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളിയാഭരണശാല. KG's സിൽവർ മൈൻ, ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG's സിൽവർ മൈൻ, സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. രുചിയുടെ ഉയരങ്ങൾ കീഴടക്കൂ ഞങ്ങളോടൊപ്പം. അഡോൺ ബേക്കേഴ്സ്, പള്ളിക്കവല, കട്ടപ്പന. അഡോൺ ബേക്കേഴ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്, KG's ബിൽഡിംഗ്, ഇരട്ടയാർ റോഡ്, കട്ടപ്പന. ടേസ്റ്റ് ഇൻ ഹൈ റേഞ്ച്. ഏവർക്കും അഡോൺ ബേക്കേഴ്സിന്റെ ക്രിസ്മസ് ആശംസകൾ. You know that thing must be 100 years old. ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം मेरे डोलना सुन मेरे प्यार की तुम मेरे डोलना सुन मेरी चाहते
ആരോ. KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകൾ. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. നമസ്കാരം. ഇടുക്കി നെറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. സർക്കാർ വിരുദ്ധ സമരങ്ങളിൽ പങ്കെടുക്കുന്ന യുവാക്കളെ ആകർഷിച്ച് പ്രവർത്തനം ശക്തിപ്പെടുത്താൻ മാവോയിസ്റ്റുകൾ ശ്രമിക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇടുക്കിയുടെ അതിർത്തി മേഖലകളിൽ ഉൾപ്പെടെ മാവോയിസ്റ്റ് സാന്നിധ്യം ഉള്ളതായുള്ള സൂചനകൾ നിലനിൽക്കെ റിപ്പോർട്ടിന്റെ പ്രസക്തി വർദ്ധിക്കുന്നു. സാങ്കേതിക സഹായത്തോടെ വിവാഹ തട്ടിപ്പ് നടത്തിയ യുവാവിനെ രഹസ്യ നീക്കത്തിലൂടെ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്രത്തിൽ വരുന്ന വിവാഹ പരസ്യം ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയ തൃശൂർ സ്വദേശി ബിജു കെ ജോസഫാണ് വലയിലായത്. ലീഡർ വിടവാങ്ങിയിട്ട് 4 വർഷം. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വിവാദ പുരുഷനും വാർത്തകളിൽ നിറഞ്ഞു നിന്നതുമായ വ്യക്തിയാണ് കെ കരുണാകരൻ. പാനൂർ സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ സഭാ തർക്കങ്ങൾ തുടരുന്നു. തർക്കപരിഹാരത്തിനായി RTO വിളിച്ചു ചേർത്ത യോഗം പരാജയപ്പെട്ടു. തർക്കം രൂക്ഷമാകുന്നതിന് പിന്നിൽ DCC പ്രസിഡന്റാണെന്നും ആരോപണം. പാചകവാതക സബ്സിഡിയിലും തിരിമറി. നെടുങ്കണ്ടം മഞ്ഞപ്പാറ മേഖലയിൽ പാചകവാതകത്തിന് ലഭിക്കേണ്ട സബ്സിഡി കുറച്ചാണ് സ്വകാര്യ വിതരണ ഏജൻസി നൽകിയതെന്ന് ആരോപണം. വാർത്തകൾ വിശദമായി. സർക്കാർ വിരുദ്ധ സമരങ്ങളിൽ പങ്കെടുക്കുന്ന യുവാക്കളെ ആകർഷിച്ച് പ്രവർത്തനം ശക്തിപ്പെടുത്താൻ മാവോയിസ്റ്റുകൾ ശ്രമിക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇടുക്കിയുടെ അതിർത്തി മേഖലകളിൽ ഉൾപ്പെടെ മാവോയിസ്റ്റ് സാന്നിധ്യം ഉള്ളതായുള്ള സൂചനകൾ നിലനിൽക്കെ റിപ്പോർട്ടിന്റെ പ്രസക്തി വർദ്ധിക്കുകയാണ്. ഇന്ത്യയിലുടനീളവും കേരളത്തിന്റെ വിവിധ മേഖലകളിലും മാവോയിസ്റ്റ് ആക്രമണങ്ങൾ തുടർക്കഥയായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തെത്തിയിരിക്കുന്നത്. ഇടുക്കിയുടെ വനാതിർത്തി മേഖലകളിൽ കഴിഞ്ഞ ദിവസം മാവോയിസ്റ്റ് സംഘത്തെ കണ്ടതായുള്ള സൂചനകൾ നിലനിൽക്കെയാണ് ഞെട്ടിക്കുന്നതായുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തെത്തുന്നത്. 15 പേരോളം വരുന്ന കറുത്ത വസ്ത്രധാരികളായ മാവോയിസ്റ്റ് സംഘത്തെ മണിയംപെട്ടിയിലെ വനാതിർത്തിയിൽ കണ്ടതായാണ് നാട്ടുകാർ പറഞ്ഞത്. തുടർന്ന് കേരള തമിഴ്നാട് പോലീസ് സംഘവും പ്രത്യേക അന്വേഷണ വിഭാഗമായ തണ്ടർബോൾട്ട് ഉൾപ്പെടെയുള്ള സേനാംഗങ്ങളും വനമേഖലയിൽ പരിശോധന നടത്തിയിരുന്നു. തികച്ചും അവികസിത മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ജനവിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കാളികളാകുന്ന ചെറുപ്പക്കാരെ ആകർഷിക്കുക എന്ന മുഖ്യ ലക്ഷ്യത്തോടുകൂടിയാണ് മാവോയിസ്റ്റുകൾ ഇപ്പോൾ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിരിക്കുന്നതെന്നാണ് സൂചന. സർക്കാർ വിരുദ്ധ സമരങ്ങളിൽ പങ്കെടുക്കുന്ന യുവാക്കളെ ആകർഷിച്ച് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ മാവോയിസ്റ്റുകൾ ശ്രമിക്കുന്നുവെന്നാണ് ഏറ്റവും പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തെത്തുന്നത്. പാലക്കാട് KFC ആക്രമണ കേസിൽ പിടിയിലായ അരുൺ, ശ്രീകാന്ത് എന്നിവരുടെ മൊഴിയിൽ നിന്നാണ് നഗര കേന്ദ്രീകൃതമായി മാവോയിസ്റ്റുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചത്. പിടിയിലായ 2 പേരും ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണ്. ഈ സംഘടനകളെ മറയാക്കിയാണ് 2 പേരും മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളിലും സജീവമായത്. പരിസ്ഥിതി, ക്വാറി വിരുദ്ധ സമരങ്ങളിൽ സജീവമായ ഇവരെ തേടി മാവോയിസ്റ്റ് സംഘങ്ങൾ എത്തുകയായിരുന്നു. ചർച്ചാ ക്ലാസുകളിൽ പങ്കെടുപ്പിച്ചും പുസ്തകങ്ങൾ നൽകിയും ആകർഷിക്കുകയായിരുന്നു ആദ്യഘട്ടം. ഒരു ഓപ്പറേഷനിൽ പങ്കെടുക്കുവാൻ പാലക്കാട് എത്താനായിരുന്നു ആദ്യ നിർദ്ദേശം. മൊബൈൽ ഫോൺ പോലുമില്ലാതെ എത്തിയവരെ നഗരത്തിൽ മറ്റൊരാളാണ് ഏകോപിപ്പിച്ചത്.
അക്രമത്തിന് ശേഷം രക്ഷപ്പെടുവാനുള്ള മാർഗവും ഇവിടെ വെച്ചാണ് പറഞ്ഞു നൽകിയിട്ടുള്ളത്. ഇത്തരം ഒരു കൂട്ടായ്മയെ ഉപയോഗപ്പെടുത്തിയാണ് മറ്റ് കേന്ദ്രങ്ങളിലും മാവോയിസ്റ്റുകൾ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത്. പാലക്കാട് ആക്രമണത്തിലുണ്ടായിരുന്ന ചിലർ കൊച്ചിയിലുണ്ടായിരുന്നതായും സംശയമുണ്ട്. ഇതേ തുടർന്ന് ഇവർ ഇടുക്കിയിലേക്ക് കടന്നു കളയുവാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. അടുത്ത കാലത്ത് ഇടുക്കി ജില്ലയിൽ ഉടലെടുക്കുകയും ശക്തമായ രീതിയിൽ ദേശീയ ശ്രദ്ധ വരെ ആകർഷിക്കുകയും ചെയ്ത മുല്ലപ്പെരിയാർ കസ്തൂരംഗൻ പോലെയുള്ള ജനകീയ സമരങ്ങൾ ഒരു വേള പരാജയപ്പെട്ട സാഹചര്യവും മാവോയിസ്റ്റുകൾക്ക് പ്രചോദനമായിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിർത്തി ഇടുക്കി മേഖലയിൽ മാവോയിസ്റ്റുകളുടെ കടന്നുകയറ്റത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അനിൽ കെ ശിവറാം, ന്യൂസ് ഡെസ്ക്. സാങ്കേതിക സഹായത്തോടെ വിവാഹ തട്ടിപ്പ് നടത്തിയ യുവാവിനെ രഹസ്യ നീക്കത്തിലൂടെ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്രത്തിൽ വരുന്ന വിവാഹ പരസ്യം ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയ തൃശൂർ സ്വദേശി ബിജു കെ ജോസഫാണ് വലയിലായത്. ഇയാൾക്ക് 34 വയസ്സുണ്ട്. തൊടുപുഴ സ്വദേശിനിയായ യുവതി നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് വീരൻ അറസ്റ്റിലായത്. തൊടുപുഴ സ്വദേശി ആദ്യഘട്ടമായി 10,000 രൂപ പ്രതിക്ക് നൽകിയിരുന്നു. വീണ്ടും 30,000 രൂപ ആവശ്യപ്പെട്ടപ്പോഴാണ് സംശയം തോന്നിയത്. തുടർന്ന് തൊടുപുഴ പോലീസിൽ വിവരമറിയിച്ച് പ്രതിയെ കുടുക്കുകയായിരുന്നു. കണ്ണൂർ സ്വദേശി IT എഞ്ചിനീയറുടെ കയ്യിൽ നിന്നും 12 ലക്ഷം രൂപയും കോട്ടയത്തെ വനിതാ ഡോക്ടറിൽ നിന്നും 15 ലക്ഷം രൂപയും ചേർത്തല സ്വദേശിനിയായ നഴ്സിൽ നിന്നും 30,000 രൂപയും പ്രതി തട്ടിയെടുത്തതായാണ് സൂചന. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം മാത്രമുള്ള പ്രതി വെൽഡറാണ്. വിവാഹിതനും ഒരു കുട്ടിയുടെ അച്ഛനുമായ ബിജുവിന്റെ ദുർനടപ്പിനെ തുടർന്ന് ഭാര്യ വിവാഹബന്ധം വേർപെടുത്തിയതായും പോലീസ് പറയുന്നുണ്ട്. ബിജുവിന്റെ തട്ടിപ്പിനെ കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. പത്രങ്ങളിൽ വരുന്ന വിവാഹ പരസ്യങ്ങളിലെ ഫോൺ നമ്പറുകൾ വരന്റെ അച്ഛനാണെന്ന വ്യാജേന പ്രതി വാങ്ങി സംസാരം ആരംഭിക്കുന്നു. പ്രായമായവരുടെ ശബ്ദം ലഭിക്കുന്ന മാജിക് വോയിസ് എന്ന മൊബൈൽ ഫോൺ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഫോൺ ചെയ്യുന്നത്. മാജിക് വോയിസ് എന്നുള്ള മൊബൈൽ ഫോണിലെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അച്ഛനായിട്ടും അമ്മയായിട്ടും ഈ അളിയനായിട്ടും എല്ലാം ഈ ബിജു വർഗീസാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾ തൃശൂർ കല്ലേറ്റിങ്കര സ്വദേശിയാണ്. മകന് കുവൈറ്റിലാണ് ജോലിയെന്നും 40 വർഷത്തേക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യണമെന്ന് ബോണ്ട് ഒപ്പിട്ടിരിക്കുകയാണെന്നും ആദ്യഘട്ടത്തിൽ പറയുന്നു. വിദേശത്ത് താമസിക്കുവാൻ താൽപര്യമാണെങ്കിൽ മാത്രം ആലോചനകൾ ക്ഷണിക്കുന്നതായും വ്യക്തമാക്കും. വധുവിന്റെ വീട്ടുകാരുടെ വിശ്വാസം ആർജിച്ച ശേഷം മകൻ നാട്ടിലെത്തിയെന്ന് പറഞ്ഞ് മറ്റൊരു മൊബൈൽ ഫോണിൽ നിന്നും പ്രതി തന്നെ യുവതികളുടെ ബന്ധുക്കളെ വിളിക്കുന്നു. വിശ്വാസം നേടിയെടുക്കാൻ കഴിഞ്ഞാൽ തന്ത്രത്തിൽ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് തന്നെ പെൺകുട്ടികളുടെ ഫോൺ നമ്പർ വാങ്ങുകയാണ് പതിവ്. തുടർന്ന് പെൺകുട്ടികളുമായി സംസാരിക്കുകയും ഇതിനിടെ സ്വന്തം ഫോട്ടോ പെൺകുട്ടികൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. 2 ആഴ്ച ഫോണിൻ പരിപാടികളുമായി മുൻപോട്ട് പോവുകയും പിന്നീട് തന്റെ അച്ഛൻ ആശുപത്രിയിലാണെന്ന് പറഞ്ഞ് യുവതികളുടെ മാതാപിതാക്കളോട് പണം ആവശ്യപ്പെടുകയുമാണ് പതിവ്. പാനൂർ സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ സഭാതർക്കങ്ങൾ തുടരുന്നു. തർക്കപരിഹാരത്തിനായി RTO വിളിച്ചു ചേർത്ത യോഗം പരാജയപ്പെട്ടു. തർക്കം രൂക്ഷമായതിനു പിന്നിൽ DCC പ്രസിഡന്റാണെന്നും ആരോപണം ഉയരുകയാണ്. തർക്കങ്ങൾ രൂക്ഷമായ പന്നൂർ സെന്റ് ജോൺസ് യാക്കോബായ പള്ളിയിൽ തർക്കപരിഹാരത്തിനായി RTO വിളിച്ചു ചേർത്ത യോഗം പരാജയമായിരുന്നുവെന്ന് ഓർത്തഡോക്സ് വിഭാഗം ആരോപിച്ചു. നിലവിൽ RTO വിളിച്ചു ചേർത്ത യോഗത്തിന്റെ തീരുമാനപ്രകാരം രാവിലെ 5 മുതൽ 9:30 വരെ ഓർത്തഡോക്സ് വിഭാഗത്തിനും 9:30 മുതൽ 12:30 വരെ യാക്കോബായ വിഭാഗത്തിനും പള്ളിയിൽ ആരാധന നടത്താം. ഇതേ തുടർന്ന് ഇരു വിഭാഗങ്ങളും ഞായറാഴ്ച ആരാധന നടത്തി. സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ കനത്ത പോലീസ് വലയത്തിലായിരുന്നു പള്ളിയും പരിസരവും. ഇതിനിടെ യാക്കോബ വിഭാഗം തങ്ങൾക്കെതിരെ നൽകിയ പരാതി കള്ളപ്പരാതിയാണെന്നും തങ്ങളുടെ സഭയിലെ അംഗങ്ങൾക്കെതിരെ അതിക്രൂരമായ ആക്രമണമാണ് യാക്കോബായ വിഭാഗം അഴിച്ചുവിട്ടതെന്നും ഓർത്തഡോക്സ് വിഭാഗം ആരോപിക്കുന്നു. 2013 വരെ ഒന്നിച്ച് ആരാധിച്ച് ഞങ്ങളുടെ വികാരിയായ പൗലോസ് തെലേച്ചിറ കോർപ്പിസ്കോപ്പാസിന്റെ കൂടെ ഒന്നിച്ചു വന്നിരുന്ന ഈ സമൂഹത്തെ ഇവിടെ കയറി കൂടി പറ്റിയ ചിലർ പിരിച്ചു കളഞ്ഞ് ഈ ഇടവകയെ 2 ആക്കി. അതിനുശേഷം അവരുടേതാണ് എന്ന് അവർക്ക് അവകാശം പറയുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ വിശ്വാസികളെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. എന്നാൽ ഈ തർക്കങ്ങൾക്കൊക്കെ കാരണം ഇടുക്കി DCC പ്രസിഡന്റ് റോയി കെ പോലോസ് ആണെന്നും ഓർത്തഡോക്സ് വിഭാഗം ആരോപിക്കുന്നു. തങ്ങളിൽ ചിലർ CPIയുടെ യൂണിറ്റ് ഉണ്ടാക്കിയതിലെ അമർഷമാണ് ഇതിന് കാരണമെന്നും ഇവർ പറയുന്നു. ഇടുക്കി ജില്ലാ DCC പ്രസിഡന്റ് റോയി കെ പോലോസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു തേർവാഴ്ചയാണ് ഇവിടെ നടക്കുന്നത്. പന്നൂർ പള്ളി സംഘർഷത്തിലും കേസിലും നടക്കുന്ന 2 കക്ഷികളായിട്ട് പോകുന്ന പള്ളിയാണ്. ആ പള്ളിയുടെ മറവിൽ ഞങ്ങൾ CPIയുടെ ഇവിടെ യൂണിറ്റ് ഉണ്ടാക്കി എന്നതിന്റെ പേരിൽ ഇടുക്കി ജില്ലാ DCC പ്രസിഡന്റ് റോയി കെ പോലോസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ഗുണ്ടാ വിളയാട്ടമാണ് ഇവിടെ നടക്കുന്നത്. സൂര്യനെല്ലിയിൽ നിന്നും ജീപ്പ് മോഷ്ടിച്ച പ്രതിയെ പോലീസ് പിടികൂടി. രാജേഷ് പെരുമാൻ എന്ന പ്രതിയെ നാട്ടുകാർ പിടികൂടിയാണ് ശാന്തന്മാറ പോലീസിൽ ഏൽപ്പിച്ചത്. കഴിഞ്ഞ ദിവസം സൂര്യനെല്ലി കുറുപ്പം കോളനിയിൽ സുരേഷിന്റെ ഉടമസ്ഥയിലുള്ള ജീപ്പാണ് രാത്രി 12 മണിയോടുകൂടി സൂര്യനെല്ലി സ്വദേശി രാജേഷ് പെരുമാൾ മോഷ്ടിച്ചത്. തുടർന്ന് വാഹനം കേടായതിനെ തുടർന്ന് പാതിവഴിയിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ശാന്തമ്പാറ പോലീസ് പ്രതിയെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.
പാചകവാതക സബ്സിഡിയിലും തിരിമറി. നെടുങ്കണ്ടം മഞ്ഞപ്പാറ മേഖലയിൽ പാചകവാതകത്തിന് ലഭിക്കേണ്ട സബ്സിഡി കുറച്ചാണ് സ്വകാര്യ വിതരണ ഏജൻസി നൽകിയതെന്ന് ആരോപണം ഉയരുന്നു. അടിമാലി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ വിതരണ ഏജൻസിയാണ് ഉപഭോക്താക്കൾക്ക് അർഹമായ സബ്സിഡി നൽകാതെ കബളിപ്പിക്കുന്നത്. ആധാർ കാർഡ്, ബാങ്ക് അക്കൌണ്ടുമായി ബന്ധിപ്പിച്ച ഉപഭോക്താക്കൾ കഴിഞ്ഞ മാസം ഗ്യാസ് എടുക്കുന്നതിന് 950 രൂപയാണ് നൽകിയിരുന്നത്. എന്നാൽ ഡിസംബർ മാസത്തിലെ നിരക്കനുസരിച്ചുള്ള സബ്സിഡി മാത്രമാണ് ഉപഭോക്താക്കൾക്ക് ഇവർ നൽകിയത്. കഴിഞ്ഞ 28-ാം തീയതി നെടുങ്കണ്ടം മേഖലയിൽ വിതരണം നടത്തിയ ഏജൻസി ഈ മാസം 4-ന് മാത്രമാണ് ഗ്യാസ് വിതരണം ചെയ്തതായി കാണിച്ച് ഫോണിലേക്ക് സന്ദേശം അയച്ചത്. 5-ന് ഈ മാസത്തെ നിരക്കിൽ സബ്സിഡി നൽകുകയും ചെയ്തു. കഴിഞ്ഞ മാസം വരെ ഗ്യാസിന് 950 രൂപ വരെ ഈടാക്കുകയും ഇതിൽ 450 രൂപ വരെ സബ്സിഡി നൽകുകയുമായിരുന്നു. എന്നാൽ ഈ മാസം ഈ തുക 830-ആയും സബ്സിഡി 340-ആയും കുറഞ്ഞു. പല ഉപഭോക്താക്കൾക്കും 450 രൂപ സബ്സിഡി ലഭിക്കേണ്ട സ്ഥാനത്ത് ഈ മാസത്തെ നിരക്കായ 340 രൂപ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. നവംബർ 28-ാം തീയതി ഗ്യാസ് ഡെലിവറിയായി LPG ഭാരതിന്റെ. നമുക്ക് അത് മെസ്സേജ് വന്നത്, ഫോണെ മെസ്സേജ് വന്നത് ഡിസംബർ 4-ാം തീയതിയാണ്. അതുപോലെ തന്നെ വന്നു. അതുപോലെ തന്നെ പിറ്റേ ദിവസം 5-ാം തീയതി, ഡിസംബർ 5-ാം തീയതി നമുക്ക് മെസ്സേജ് വന്നു, നിങ്ങളുടെ സബ്സിഡി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. ആ തുക 340 രൂപയെ വന്നിട്ടുള്ളൂ. 955 രൂപയ്ക്ക് അടുത്ത് കിട്ടിയായിരുന്നു. 450 രൂപയുടെ സബ്സിഡി ഇട്ടേണ്ടി നമുക്ക്. ഇതിനെക്കുറിച്ച് അവരുടെ ഏജൻസിയായിട്ട് വിളിച്ചു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു 100 രൂപ നിങ്ങൾക്ക് തിരിച്ചു തന്നേക്കാം, അത് ഏജൻസി വന്ന് മേടിച്ചോണമെന്ന് പറഞ്ഞു. അടിമാലി ഏജൻസി വന്ന് മേടിച്ചോണമെന്ന് പറഞ്ഞു. പച്ചടി, ചിന്നാർ, മഞ്ഞപ്പാറ മേഖലകളിൽ 100 കണക്കിന് ഉപഭോക്താക്കളാണ് ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ടത്. സബ്സിഡി തുക കുറഞ്ഞുപോയ വിവരം തിരക്കുകയും നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്ത ചില ഉപഭോക്താക്കളോട് അടിമാലിയിലെ ഏജൻസി ഓഫീസിലെത്തിയാൽ 100 രൂപ തിരികെ നൽകാമെന്ന് അറിയിക്കുകയായിരുന്നു. തങ്ങളുടെ അക്കൌണ്ടിലെത്തേണ്ട സബ്സിഡി തുക വാങ്ങുവാനായി കൂടുതൽ തുക യാത്രാക്കൂലിയായി മുടക്കി ഒരു ദിവസം നഷ്ടപ്പെടുത്തി ഏജൻസിയിലെത്തേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉപഭോക്താക്കൾ. ഇന്ന് ദേശീയ കാർഷിക ദിനം. കേരളത്തിലെ പ്രധാന തൊഴിൽ മേഖലയായ കാർഷിക രംഗം വൻ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിലാണ് ഇത്തവണത്തെ ദേശീയ കാർഷിക ദിനം ആചരിക്കുന്നത്. കേരള ജനസംഖ്യയിൽ 70% ആളുകൾ ആശ്രയിക്കുന്ന കാർഷിക മേഖലയിൽ ഉൽപ്പന്നങ്ങളുടെ വിലയിടിവും തൊഴിലാളി ക്ഷാമവും രോഗകീടബാധകളും പ്രതികൂല കാലാവസ്ഥ മൂലമുള്ള ഉൽപാദനക്കുറവുമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കാർഷിക മേഖലയുടെ പുനരുജ്ജീവനം ലക്ഷ്യമിട്ട് സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും ഇവയൊന്നും ഉദ്ദേശിച്ച ഫലം കാണുന്നില്ലെന്ന ആരോപണവും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന കർഷക ആത്മഹത്യകളും സർക്കാർ പദ്ധതികൾ പാളുന്നതിന്റെ തെളിവാണ്. ലക്ഷ്യബോധത്തിൽ അധിഷ്ഠിതമായ ദീർഘകാല പദ്ധതികളാണ് കാർഷിക മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമെന്ന് കാർഷിക രംഗത്തെ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. കൃഷിഭൂമിയുടെ ലഭ്യത കുറയുന്ന സാഹചര്യത്തിൽ കുറച്ചു സ്ഥലത്തു നിന്ന് കൂടുതൽ വിളവ് നേടാൻ കഴിയുന്ന തരത്തിലുള്ള ശാസ്ത്രീയ കൃഷിരീതികൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട്. പോളി ഹൌസ്, കൃത്യത കൃഷിയടക്കമുള്ള ഹൈടെക് കൃഷിരീതികൾ കൂടുതൽ കർഷകരിലേക്ക് എത്തിക്കണം. ഇത്തരം കൃഷിരീതികളുടെ ഉയർന്ന പ്രാരംഭ ചെലവുകൾ താങ്ങാൻ കഴിയാത്തതാണ് കർഷകരെ ഹൈടെക് കൃഷിരീതികളോട് മുഖം തിരിഞ്ഞു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇതിന് പരിഹാരമായി സർക്കാർ സബ്സിഡികൾ കൂടുതൽ കർഷകർക്ക് ലഭ്യമാക്കാൻ കഴിഞ്ഞാൽ കേരളത്തിന്റെ ഭക്ഷ്യോൽപാദന രംഗത്ത് വൻ വളർച്ച നേടാനാവും. കേരളീയ വിപണികളിൽ ലഭിക്കുന്ന പച്ചക്കറികളിൽ വൻതോതിൽ വിഷവസ്തുക്കളുടെ സാന്നിധ്യമുണ്ട് എന്ന വാർത്തകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ കേരളത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കേണ്ടത് അനിവാര്യവുമാണ്. ഇത്തവണത്തെ ദേശീയ കാർഷിക ദിനം അതിനുള്ള പ്രചോദനമാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം. KM സുനോബി, ന്യൂസ് ഡെസ്ക്, എഡിഗിനെറ്റ്. ഹൈറേഞ്ചിൽ വോളിബോൾ മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചു. കേരളത്തിലെ പ്രമുഖ വോളിബോൾ താരങ്ങൾ അണിനിരക്കുന്ന ഉപ്പുതോട് വോളി 2014 ഹൈറേഞ്ചിലെ പ്രഥമ വോളിബോൾ മേള. മലയോരങ്ങളിൽ ഇനിയുള്ള നാളുകൾ വോളിബോളിന്റെ ആരവങ്ങൾ ഉയർന്നു തുടങ്ങും. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് ഹൈറേഞ്ചിൽ പ്രധാന കായിക വിനോദങ്ങളിലൊന്നായ വോളിബോൾ മേള നടക്കുന്നത്. ആദ്യ വോളിബോൾ മത്സരം ഉപ്പുതോട് വോളി 2014 കരിമ്പൻ ഉപ്പുതോട് സെന്റ് ജോസഫ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. ഈ മാസം 30 വരെ നടക്കുന്ന വോളിബോൾ ടൂർണമെന്റിൽ സംസ്ഥാനത്തെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ ഉപ്പുതോട് സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ജോർജ് കൊച്ചുപുരകൽ അധ്യക്ഷനായിരുന്നു. മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ചെറുകുന്നൽ വോളിബോൾ മേള ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ത്രേസ്യാമ്മ തോമസ്, വാത്തിക്കുടി പഞ്ചായത്ത് അംഗം മേരി സെബാസ്റ്റ്യൻ, തങ്കച്ചൻ കൊച്ചുകല്ലിൽ, സംഘാടക സമിതി ചെയർമാൻ സണ്ണി പുൽക്കുന്നേൽ, തോമസ് കുട്ടി ഇടശ്ശേരിക്കുന്നേൽ എന്നിവർ സംസാരിച്ചു. ഉപ്പുതോട് സിൽവർ സ്റ്റാറും വെങ്ങല്ലൂർ ബോയ്സും തമ്മിൽ നടന്ന ആദ്യ മത്സരത്തിൽ 5-ൽ 3 കളികൾക്ക് ഉപ്പുതോട് സിൽവർ സ്റ്റാർ ആദ്യ ദിനം മത്സരത്തിൽ വിജയം കൈവരിച്ചു. ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഖില കേരള വടംവലി മത്സരം കട്ടപ്പനയിൽ നടക്കും. കട്ടപ്പന പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടി ഇടുക്കി MP ജോയിസ് ജോർജ് ഉദ്ഘാടനം ചെയ്യും.
മൂന്നാമത് അഖില കേരള വടംവലി മത്സരം ഡിസംബർ 31 കട്ടപ്പന സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും. ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് വടംവലി മത്സരം നടക്കുന്നത്. ഇടുക്കി എം പി ജോയ്സ് ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ പരിപാടിയിൽ അധ്യക്ഷനായിരിക്കും. ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷൻ HMDയുടെ നേതൃത്വത്തിൽ നടത്തി വരാറുള്ള മൂന്നാമത് അഖില കേരള വടംവലി മത്സരം ഈ മാസം 31-ാം തീയതി കട്ടപ്പന പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഈ വടംവലി മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത് ഇടുക്കിയുടെ MP ശ്രീ ജോയ്സ് ജോർജാണ്. വടംവലി മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിക്കുന്ന ടീമിന് KG's ജ്വല്ലറി സ്പോൺസർ ചെയ്യുന്ന 25,000 രൂപയും PK സുധാകരൻ മെമ്മോറിയൽ എവറോളിൻ ട്രോഫിയും നൽകും. രണ്ടാം സ്ഥാനം ലഭിക്കുന്ന ടീമിന് കയർ എർത്ത് മൂവേഴ്സ് സ്പോൺസർ ചെയ്യുന്ന 20,000 രൂപയും V സെൽവരാജ് മെമ്മോറിയൽ എവറോളിൻ ട്രോഫിയും നൽകും. മൂന്നാം സ്ഥാനം ലഭിക്കുന്ന ടീമിന് ഹിൽ ആൻഡ് ടയേഴ്സ് കട്ടപ്പന നൽകുന്ന 15,000 രൂപയും നാലാം സ്ഥാനം ലഭിക്കുന്നവർക്ക് എംബെർ ട്രാവൽസ് നൽകുന്ന 10,000 രൂപയും ലഭിക്കും. അന്നേ ദിവസം തന്നെ ദി ഹൈറേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ MLA ഫണ്ട് ഉപയോഗപ്പെടുത്തി രണ്ടാം ഘട്ട റൂഫിംഗ് പണി പൂർത്തീകരിച്ച കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് ടാക്സി സ്റ്റാൻഡ് ഉദ്ഘാടനം നടക്കും. ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി അധ്യക്ഷനായിരിക്കും. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ബേബി, HMDA പ്രസിഡന്റ് PK ഗോപി, ബിജു മാധവൻ, MK ബാലചന്ദ്രൻ, ലൂക്ക ജോസഫ്, മനോജ് അക്പ്രകം തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. കട്ടപ്പന നടന്ന വാർത്താ സമ്മേളനത്തിൽ HMDA പ്രസിഡന്റ് PK ഗോപി, ലൂക്ക ജോസഫ്, PM മോഹനൻ, MC മാത്തുക്കുട്ടി, മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന BRCക്ക് കീഴിൽ കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് വേണ്ടി 3 ദിവസത്തെ ശില്പശാലയ്ക്ക് തുടക്കമായി. പെൺകുട്ടികളിൽ അന്തർലീനമായ കഴിവുകൾ കണ്ടെത്തുകയാണ് ലക്ഷ്യം. സർവശിക്ഷ അഭിയാൻ പെൺകുട്ടികൾക്കായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തിവരുന്ന ശില്പശാലയുടെ ഭാഗമായാണ് കട്ടപ്പന BRCയിൽ 3 ദിവസത്തെ ശില്പശാല സംഘടിപ്പിച്ചത്. സ്വന്തമായി ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുവാനും ഓരോ കുട്ടിയിലും അന്തർലീനമായ കഴിവുകൾ തിരിച്ചറിയുക, തന്റെ കഴിവുകളിൽ അഭിമാനബോധം രൂപപ്പെടുത്തുക, തന്റെ പരിമിതികളെ അതിജീവിക്കുക, ഊർജ്ജസ്വലരായി പ്രവർത്തിക്കുക തുടങ്ങിയ നിരവധി കഴിവുകൾ കൗമാരക്കാരായ കുട്ടികൾ നേടേണ്ടതായുണ്ട്. BRC കട്ടപ്പന നടത്തുന്ന ഒരു ഇന്നോവേറ്റീവ് പ്രോഗ്രാമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പെൺകുട്ടികളുടെ ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നാടക കളരിയുടെ രൂപത്തിൽ 3 ദിവസമായിട്ട് നടത്തുന്ന ഒരു ശില്പശാലയാണ് ഇന്നിവിടെ നടക്കുന്നത്. സമൂഹത്തിലെ തിന്മകൾക്കെതിരെ എങ്ങനെ പ്രതികരിക്കാമെന്നും പിന്നെ സമൂഹത്തിൽ തൻ്റെ റോള്, തൻ്റെ ഉത്തരവാദിത്തം, ഒരു പെൺകുട്ടി എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്തം എന്താണെന്നുള്ളത് സ്വയം തിരിച്ചറിയുകയും ചെയ്യുക എന്നതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ന് ഈ ശില്പശാല നമ്മളിവിടെ ആവിഷ്കരണം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് BRCയുടെ ആഭിമുഖ്യത്തിൽ ശില്പശാല നടന്നത്. ശില്പശാലയുടെ ഉദ്ഘാടനം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് രാജൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ജോളി രാമകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. കട്ടപ്പന പ്രസ് ക്ലബ് പ്രസിഡന്റ് മനോജ് മുരളി, BRC പ്രവർത്തക ചാന്ദിനി മനോജ്, ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ സന്തോഷ് കുമാർ, KC ജോർജ്, ജോസ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ശില്പശാലയിൽ ജോർജ് കുട്ടി പന്നാങ്കുഴി കുട്ടികൾക്കായുള്ള ക്ലാസുകൾ നയിച്ചു. നിരവധി കുട്ടികൾ ശില്പശാലയിൽ പങ്കെടുത്തു. ഇനിയൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ലീഡർ വിടവാങ്ങിയിട്ട് 4 വർഷം. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വിവാദ പുരുഷനും വാർത്തകളിൽ നിറഞ്ഞു നിന്നതുമായ വ്യക്തിയാണ് K കരുണാകരൻ. അൻപത് വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലത തൻ ചാരുതയോ. മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ Celebrating 50 magical years. Ledda Textiles, Main Road, Kattapana. KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ് സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടൻ വിളിച്ചു പറയുന്ന കടയില്.
നിനക്കൊക്കെ പ്രാന്താടാ. നീയൊക്കെ അല്ലേ വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. എടാ നിനക്കല്ല കിടുക്കി ഡ്രസ്സ് വേണം, നീ ആ പെട്രോളിലോട്ട് ചെല്ലു. എടാ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്, നല്ല കളക്ഷനാ. പെട്രോൾ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. ട്രെൻഡി ഡിസൈൻ. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, ഹൈറേഞ്ചിലെ ഒരേ ഒരു വെഡിങ് ജ്വല്ലറി. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. വാർത്തകൾ തുടരുന്നു. ലീഡർ വിടവാങ്ങിയിട്ട് 4 വർഷം. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വിവാദ പുരുഷനും വാർത്തകളിൽ നിറഞ്ഞു നിന്നതുമായ വ്യക്തിയാണ് കെ കരുണാകരൻ. കണ്ണോത്ത് കരുണാകരന്മാരാർ എന്ന കെ കരുണാകരൻ 4 തവണ കേരള മുഖ്യമന്ത്രിയും ദീർഘകാല കോൺഗ്രസ് നേതാവും പല കോൺഗ്രസ് തൊഴിലാളി സംഘടനകളുടെ നേതാവും ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഖ്യ ശില്പിയുമായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിലും പങ്കെടുത്തിട്ടുണ്ട്. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തക സമിതി അംഗമായിരിക്കെ കോൺഗ്രസിലേക്ക് തിരിച്ചുപോവുകയാണെന്ന് കരുണാകരൻ പ്രഖ്യാപിച്ചു. അസുഖത്തെ തുടർന്ന് 2010 ഡിസംബർ 23-ന് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണ് കരുണാകരന്റെ രാഷ്ട്രീയ പ്രവേശനം. കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിലെ ഒരു പ്രവർത്തകനായി തുടങ്ങിയ കരുണാകരൻ പിന്നീട് തൃശൂർ മുനിസിപ്പൽ കൌൺസിൽ അംഗമായി. 1945 മുതൽ 1947 വരെ സേവനമനുഷ്ഠിച്ചു. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വിവാദ പുരുഷനും വാർത്തകളിൽ നിറഞ്ഞു നിന്നതുമായ വ്യക്തിയാണ് കരുണാകരൻ. ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനായിരുന്നു. 4 തവണ കേരള മുഖ്യമന്ത്രിയായ കരുണാകരന് രാജൻ കൊലക്കേസ് തീരാ കളങ്കമുണ്ടാക്കി. അടിയന്തരാവസ്ഥക്കാലത്ത് കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട രാജനെ കോടതിയിൽ 24 മണിക്കൂറിനകം ഹാജരാക്കാൻ കേരള ഹൈക്കോടതി ഉത്തരവിട്ടു. രാജന്റെ പിതാവ് ഈശ്വര വാര്യർ സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ വാദം കേൾക്കവെയാണ് ഹൈക്കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. വിധി വന്ന സമയത്ത് മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരന് രാജിവെക്കേണ്ടി വന്നു. മക്കൾ രാഷ്ട്രീയം ഒരുപാട് കരുണാകരനെ താഴ്ത്തി. മകൻ മുരളീധരൻ ജനാധിപത്യ ഇന്ദിരാ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ കക്ഷിയുണ്ടാക്കി കരുണാകരന്റെ നീണ്ട കോൺഗ്രസ് ജീവിതത്തിന് വിരാമമിട്ടു. കോൺഗ്രസ് നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം കരുണാകരൻ DIC-യിൽ പ്രവർത്തിച്ചു. പിന്നീട് DAC നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയിൽ ലയിക്കുകയും ചെയ്തു. NCPയുടെ പ്രവർത്തക സമിതി അംഗമായിരിക്കെ താനും അനുയായികളും കോൺഗ്രസിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് 2007 ഡിസംബർ 10-ന് തിരുവനന്തപുരത്ത് ചേർന്ന സമ്മേളനത്തിൽ കരുണാകരൻ പ്രഖ്യാപിച്ചു. മകൾ പത്മജ വേണുഗോപാൽ കുടുംബിനിയും കോൺഗ്രസ് അംഗവുമായി തുടരുന്നു. പരേതയായ കല്യാണിക്കുട്ടിയമ്മയാണ് സഹധർമ്മിണി. 1969 മുതൽ 1995 വരെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായിരുന്നു കെ കരുണാകരൻ. 1995-ൽ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കരുണാകരൻ 1 വർഷത്തോളം കേന്ദ്ര വ്യവസായ മന്ത്രിയായിരുന്നു. കേരള നിയമസഭയിലേക്ക് 7 തവണ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. INTUC-യുടെ സ്ഥാപക അംഗമായിരുന്നു. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് 2010 ഡിസംബർ 23-ന് വ്യാഴാഴ്ച വൈകിട്ട് 5:15 തിരുവനന്തപുരത്ത് അനന്തപുരി ആശുപത്രിയിൽ വെച്ച് കെ കരുണാകരൻ അന്തരിച്ചത്. 2 മാസത്തോളം അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ തൃശൂർ പൂങ്കുന്നം മുരളി മന്ദിരം വീട്ടുവളപ്പിലാണ് സംസ്കരിച്ചത്. S. സൂര്ലാൽ, ന്യൂസ് ഡെസ്ക്, ഇടുക്കി നെറ്റ്. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് പാർട്ടി ലീഡറുമായിരുന്ന കെ കരുണാകരന്റെ 4ാം ചരമവാർഷികം കട്ടപ്പന രാജീവ് ഭവനിൽ നടന്നു. ജില്ലാ ബാങ്ക് പ്രസിഡന്റ് EM ആഗസ്റ്റി യോഗം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ജനാധിപത്യത്തിന് വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ലീഡർ കെ കരുണാകരന്റെ അഭാവം രാജ്യത്തിനും കോൺഗ്രസിനും തീരാ നഷ്ടമാണെന്നും ജില്ലാ ബാങ്ക് പ്രസിഡന്റ് EM ആഗസ്റ്റി അഭിപ്രായപ്പെട്ടു. കരുണാകരനോളം ജീവിതാനുഭവങ്ങളുള്ള ആളുകൾ നമ്മുടെ രാജ്യത്ത് കുറവായിരുന്നു. അദ്ദേഹത്തിൻ്റെ സപ്തതിയും നവതിയും ആഘോഷിക്കാനുള്ള അവസരം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കും കേരളത്തിലെ ജനങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. ഒരു സമ്പൂർണ്ണമായ ജീവിതമായിരുന്നു കെ കരുണാകരനെന്ന് അനുസ്മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കട്ടപ്പന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ കെ കരുണാകരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാവോയിസ്റ്റ് നക്സലൈറ്റ് തീവ്രവാദത്തിന്റെ അപകടങ്ങളിൽ നിന്നും കേരളത്തെ സംരക്ഷിച്ചു നിലനിർത്താൻ അദ്ദേഹം നൽകിയ നേതൃത്വം കേരളീയർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്നും ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഭരണാധികാരികളിൽ പ്രമുഖനായിരുന്നു അദ്ദേഹമെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് EM അവസ്ഥി പറഞ്ഞു. കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോയി പെരുന്നോലി അധ്യക്ഷനായിരുന്നു. DCC സെക്രട്ടറി തോമസ് രാജൻ, TS ബേബി, മനോജ് മുരളി, എബ്രഹാം പന്തമക്കൽ, PS രാജീവ്, സിജു ചക്കമൂട്ടിൽ, സണ്ണി വേഴമ്പത്തോട്ടം, തോമസ് മൈക്കിൾ, ആൻസുമ ജോസഫ്, ജോളി രാമകൃഷ്ണൻ, മോളിക്കുട്ടി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടത്തി. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കരുണാകരന്റെ 5ാം ചരമവാർഷിക ദിനം സംഘടിപ്പിച്ചു. കുമളി ശിക്ഷക് സദൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുൻ MLA EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ചരമവാർഷികം കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമളി ശിക്ഷക് സദൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. 4 തവണ കേരള മുഖ്യമന്ത്രിയും ദീർഘകാല കോൺഗ്രസ് നേതാവും പല കോൺഗ്രസ് തൊഴിലാളി സംഘടനകളുടെ നേതാവും ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഖ്യശില്പിയുമായിരുന്ന കണ്ണോത്ത് കരുണാകരന്മാർ എന്ന കെ കരുണാകരന്റെ 4ാമത് അനുസ്മരണ സമ്മേളനമാണ് കുമളി ശിക്ഷക് സദൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. കുമളി മണ്ഡലം പ്രസിഡന്റ് ബിജു ദാനിയലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം KPCC അംഗം EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. സമാനമായി മറ്റൊരു രാഷ്ട്രീയ നേതാവ് കേരളം കണ്ടിട്ടില്ല. ഒരു പ്രതിസന്ധിയിലും പതറാത്ത കാര്യശേഷിയുടെയും കർമ്മശേഷിയുടെയും ഭരണപാടവത്തിൻ്റെയും പ്രതീകമായിരുന്നു ശ്രീ കെ കരുണാകരൻ. രാഷ്ട്രീയത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്ന് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായി പ്രവർത്തനം ആരംഭിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അത്യുന്നത വേദിയായിരിക്കുന്ന കോൺഗ്രസ് പാർലമെന്റ് ബോർഡിലും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലും 4 നൂറ്റാണ്ടുകളും പ്രവർത്തിക്കാനുള്ള അവസരവും ഭാഗ്യവും അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ DCC പ്രസിഡന്റ് റോയ് കെ പോലോസ് മുഖ്യപ്രഭാഷണം നടത്തി. PA ജോസഫ്, MM വർഗീസ്, റോബിൻ കാരക്കട്ടിൽ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമളി. ഹൈറേഞ്ചിന്റെ കുട്ടനാടെന്നറിയപ്പെടുന്ന മുട്ടുകാട് പാടശേഖരത്ത് കൊയ്ത്തുത്സവത്തിന് തുടക്കമായി. നെൽകൃഷി പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോഴും ഇവിടുത്തെ കർഷകർ കൃഷി മറക്കുന്നില്ല. ഹൈറേഞ്ചിലെ കുട്ടനാടെന്നറിയപ്പെടുന്ന മുട്ടുകാട് പാടശേഖരത്തിൽ കൊയ്ത്തുത്സവത്തിന് തുടക്കമായി. നെൽകൃഷി പ്രതിസന്ധി നേരിടുമ്പോഴും മുട്ടുകാട് എന്ന ഗ്രാമത്തിലെ കർഷകർ മുടക്കം വരുത്താതെ ഇപ്പോഴും കൃഷി ചെയ്തു വരികയാണ്. ജലദൗർലഭ്യം മൂലം മുണ്ടകൻ കൃഷിയാണ് കർഷകർ ചെയ്തു വരുന്നത്. 25 ഹെക്ടർ പാടശേഖരമാണ് ഇവിടെയുള്ളത്. സമീപ പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പാടശേഖരമുള്ളത് മുട്ടുകാടിലാണ്. 3 പഞ്ചായത്തുകളുടെ സംഗമ സ്ഥലമായ മുട്ടുകാട് നെൽകൃഷിക്ക് പേരുകേട്ട ഗ്രാമമാണ്. ജൂൺ ജൂലൈയിൽ വിത്തിറക്കിയ കർഷകരുടെ പാടങ്ങളാണ് ഇപ്പോൾ വിളവെടുക്കുന്നത്. മട്ട, ത്രിവേണി ഇനത്തിൽപ്പെട്ട വിത്തിനമാണ് കർഷകർ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആത്മ ഇടുക്കിയുടെ സഹകരണത്തോടെയാണ് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയുടെ ഘോഷയാത്രയായി കർഷകർ പാടശേഖരത്തിലെത്തി പാളത്തൊപ്പിയും കള്ളിമുണ്ടും ധരിച്ച് കൊയ്ത്തുപാട്ടിന്റെ താളത്തിനൊത്ത് കർഷകർ വിളവെടുപ്പ് നടത്തി. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അൽഫോൺസ് കാളിമുത്തു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് AN മണി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മെമ്പർമാരായ R വള്ളിയമ്മാൾ, തിരുപ്പതി, ശിങ്കാരവേൽ, സൂര്യനെല്ലി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അളകർ, പാടശേഖര സമിതി അംഗങ്ങളായ AP അശോകൻ, EK ലക്ഷ്മണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചിന്നക്കനാൽ കൃഷി ഓഫീസർ വിമൽ കുമാർ കൊയ്ത്തുത്സവത്തിന് നേതൃത്വം നൽകി. മുതിർന്ന പൌരന്മാരുടെ കൂട്ടായ്മയായ സൗഹൃദ സ്വായന്തനം ക്ലബിന്റെ നേതൃത്വത്തിൽ വൃത്തസംഗമം ചിന്നാർ ബദേലിൽ നടന്നു. റോഷി അഗസ്റ്റിൻ MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മുതിർന്ന പൌരന്മാരുടെ ക്ഷേമത്തിനും അവരുടെ മാനസിക ഉല്ലാസത്തിനും ലക്ഷ്യമിട്ട് ആരംഭിച്ചിട്ടുള്ള സൗഹൃദ സായന്തനം പദ്ധതിയുടെ ഭാഗമായി ബദേൽ സൗഹൃദ സായന്തനം ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് വൃദ്ധസംഗമവും മെഡിക്കൽ ക്യാമ്പും നടന്നത്. ബദേൽ അംഗൻവാടി അങ്കണത്തിൽ നടന്ന വൃദ്ധസംഗമത്തിൽ പ്രദേശത്തെ 100ഓളം വൃദ്ധജനങ്ങൾ പങ്കെടുത്തു. വാത്തുകുടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോയി ജോൺ കൊച്ചുകരോട്ട് അധ്യക്ഷനായിരുന്നു. വയോജന സംഗമം MLA റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വീടിനകത്തു മാത്രം ഒതുങ്ങി നിൽക്കത്തക്ക നിലയിൽ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് അവരുടെ പ്രവർത്തനത്തിനോ ആരോഗ്യത്തിനോ മനസ്സിനോ ഒരുപക്ഷെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അവർക്കൊന്ന് അത്യാവശ്യം ഒന്ന് കൂടിയിരുന്ന് ആലോചിക്കാനും ഒന്ന് ഉല്ലസിക്കാനും പരസ്പര സൗഹൃദം പങ്കിടാനും ഒക്കെയുള്ള നല്ല വേദികൾ ഉണ്ടാകേണ്ടത് ആരോഗ്യ പരിപാലനത്തിനും നല്ല നിലയിലുള്ള മാനസിക സാഹചര്യങ്ങൾക്കും വളരെ അത്യാവശ്യമാണെന്നുള്ള കാര്യത്തിൽ
നല്ലൊരു തിരിച്ചറിവാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉസ്മാൻ മുഖ്യ പ്രഭാഷകനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK സുബീൻ, ഡോക്ടർ സുരേഷ് വർഗീസ്, പഞ്ചായത്ത് പ്രസിഡന്റ് മിനീഷ് ഷാബു, തങ്കച്ചൻ കാരക്കാവയലിൽ, അംഗൻവാടി വർക്കർ ഗ്ലാഡിഷ്, പൊതുപ്രവർത്തകൻ സിബു പുത്തേട്ട്, സുധർമ്മ ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ക്രിസ്തുമസ് ആഘോഷ ചടങ്ങുകൾക്കൊപ്പം വൃദ്ധജനങ്ങളുടെ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. തമിഴ്നാട് മേഖലയിൽ മഴ തുടരുന്നതിനാൽ പച്ചക്കറി വില കുത്തനെ കുറഞ്ഞു. പക്ഷിപ്പനിയെ തുടർന്ന് വൻതോതിൽ ഉയർന്ന പച്ചക്കറി വില മഴയെ തുടർന്ന് താഴ്ന്നതോടെ ക്രിസ്മസ് വിപണിയിൽ സാധാരണക്കാരന് ഇതേറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. തമിഴ്നാട്ടിൽ ശക്തമായ മഴ തുടരുന്നതോടെ പച്ചക്കറി ചീഞ്ഞു പോകുമെന്ന ഭീതിയിൽ തമിഴ്നാട് ലോബി വില താഴ്ത്തിക്കൊണ്ടിരിക്കുവാണെന്ന് വ്യാപാരികൾ പറയുന്നു. 60 രൂപയിൽ നിന്നിരുന്ന ബീൻസിന് വില 30 രൂപയിലും 65 രൂപ ഉണ്ടായിരുന്ന തക്കാളിക്ക് 30 മുതൽ 35 രൂപ വരെയും എത്തി നിൽക്കുന്നു. എന്നാൽ തമിഴ്നാട്ടിൽ നിന്നുമുള്ള പയറിന് 55 രൂപയിൽ നിന്ന് 25 രൂപയിലേക്ക് താഴുന്നെങ്കിലും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പയറിന് 50 രൂപ തന്നെ തുടരുകയാണ്. 45 രൂപ വിലയുണ്ടായിരുന്ന വെണ്ടയ്ക്ക, ക്യാരറ്റ്, ബീട്രൂട്ട് തുടങ്ങിയ പച്ചക്കറികൾക്ക് 30 രൂപയിൽ താഴെ എത്തിയിരിക്കുന്നത് സാധാരണക്കാരനായ ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസത്തിന് വക നൽകുന്നു. പടവലങ്ങ, കിഴങ്ങ്, പാവയ്ക്ക തുടങ്ങിയ പച്ചക്കറികളുടെ വിലയിൽ വലിയ വ്യത്യാസവുമില്ല. 40 രൂപ മുതൽ 50 രൂപ വരെ നിരക്കിൽ വില തുടരുകയാണ്. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി മാംസാഹാരങ്ങളുടെ പ്രിയം വർദ്ധിച്ചതും പച്ചക്കറികളുടെ വില കുറയ്ക്കുന്നതിന് കാരണമായി പറയുന്നു. പച്ചക്കറിയിലുള്ള വിഷപ്രയോഗത്തിന്റെ പ്രചരണം വർദ്ധിച്ചതുമൂലം കർഷകർ കൂടുതലായും പച്ചക്കറി കൃഷിയിലേക്ക് തിരിഞ്ഞത് വില കുറയുവാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്നു. വിഷവിമുക്തമായ പച്ചക്കറി ഉൽപാദനത്തിന്റെ ദുരുപയോഗ ഫലത്തിനുള്ള അവബോധം പുതുതലമുറയെ പുത്തൻ കാർഷിക അഭിരുചികൾ വളർത്തുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ഇടുക്കി നെറ്റ്. അടിമാലി സർവീസ് സഹകരണ ബാങ്കിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. 30 വർഷമായി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയാണ് ഇവിടെ ഭരിക്കുന്നത്. അടിമാലി സർവീസ് സഹകരണ ബാങ്കിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ജസ്റ്റിൻ കുളങ്ങര, KK സുലൈമാൻ, ജോർജ് പള്ളിപ്പാട്ട്, അബ്ദുൾ റിയാദ്, EP ജോർജ്, പുരുഷൻ പാറത്താഴത്ത്, VM അലിയാർ, CK കുഞ്ഞപ്പൻ, അനിത പ്രദീപ്, ഓമന ശിവൻ, ലീലാമ കുറ്റിച്ചിറക്കുടിയിൽ എന്നിവരാണ് വിജയിച്ചത്. 30 വർഷമായി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയാണ് ഇവിടെ ഭരിക്കുന്നത്. വെല്ലുവിളി ഉയർത്തി LDF മത്സരരംഗത്തുണ്ടായിരുന്നെങ്കിലും UDF വിജയം കരസ്ഥമാക്കുകയായിരുന്നു. സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ ഉജ്ജ്വലമായ വിജയം കൈവരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൈകളിൽ ഭദ്രമായിരുന്ന അടിമാലി സർവീസ് സഹകരണ ബാങ്ക് കഴിഞ്ഞകാല ഭരണസമിതിയുടെ തുടർച്ച എന്ന നിലയിൽ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ നേട്ടമെന്ന നിലയിലും സർവീസ് സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇനി ക്രിസ്മസ് വിശേഷങ്ങളിലേക്ക്. ക്രിസ്മസിന് 2 ദിവസം മാത്രം ശേഷിക്കെ ഇറച്ചിക്കോഴി വില 100 കടന്നു. പക്ഷിപ്പനി ബാധ മൂലം തകർന്ന വിലയാണ് ക്രിസ്മസ് അടുക്കുന്നതോടെ ഉയരുന്നത്. ഒരു മാസം മുൻപ് 125 രൂപ വരെ വിലയുണ്ടായിരുന്ന കോഴിവില പക്ഷിപ്പനി ബാധയെ തുടർന്ന് 55 രൂപയിലേക്ക് താഴ്ന്നിരുന്നു. ഇതോടെ ക്രിസ്തുമസ് വിപണി മുന്നിൽ കണ്ട് കോഴി വളർത്തലിൽ ഏർപ്പെട്ടിരുന്ന കർഷകർക്കും തിരിച്ചടിയായി. കേരളത്തിൽ ഏറ്റവുമധികം ഇറച്ചി ഉപഭോഗം നടക്കുന്ന കാലയളവാണ് ക്രിസ്തുമസ് സീസൺ. തിരുപ്പിറവി ആഘോഷത്തിന്റെ പ്രധാന ആകർഷണവും തീൻമേശകളിൽ നിറയുന്ന മാംസവിഭവങ്ങളാണ്. ഈ സാഹചര്യത്തിലാണ് ആദ്യമായി ക്രിസ്തുമസ് കാലഘട്ടത്തിൽ ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ താറാവുകളിൽ പക്ഷിപ്പനി വ്യാപകമായി പടർന്നു പിടിച്ചത്. താറാവുകളുടെ കൂട്ടമരണത്തിനിരയാക്കിയ പക്ഷിപ്പനി ഇറച്ചിക്കോഴി കർഷകർക്കും തിരിച്ചടി സമ്മാനിച്ചിരുന്നു. കടം വാങ്ങിയും ലോൺ എടുത്തും കോഴി ഫാമുകൾ ആരംഭിച്ച കർഷകർ വൻ ദുരന്തത്തെ നേരിട്ടുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് കോഴിവില ഉയരുന്നത്. കട്ടപ്പന ചന്തയിൽ 100 രൂപയാണ് ഇറച്ചിക്കോഴിയുടെ ഇന്നത്തെ വിൽപ്പന വില. ഗ്രാമപ്രദേശങ്ങളിൽ ഇത് 110 രൂപ വരെയാണ്. പക്ഷിപ്പനി ഭീതി പൂർണ്ണമായും മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ നാളെയും മറ്റന്നാളുമായി കോഴിവില ഇനിയും ഉയരുമെന്ന പ്രതീക്ഷയിലാണ് കർഷകരും വ്യാപാരികളും. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. യങ്മെൻസ് ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് സന്ദേശയാത്രയ്ക്ക് കട്ടപ്പനയിൽ തുടക്കമായി. 2 ദിവസങ്ങളായി ഹൈറേഞ്ചിന്റെ വിവിധ മേഖലയിലൂടെ സംഗീതയാത്ര പര്യടനം നടത്തും. യങ് മെൻസ് ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഹൈറേഞ്ച് ഡിവിഷന്റെ നേതൃത്വത്തിലാണ് ക്രിസ്തുമസിന്റെ പ്രാധാന്യവും സന്ദേശവും ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. സഞ്ചരിക്കുന്ന വേദിയാണ് സംഗീതയാത്രയ്ക്കായി ഒരുക്കിയിട്ടുള്ളത്. 20 അംഗ ഗായക സംഘം ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ക്രിസ്തുമസ് ഗാനങ്ങൾ ആലപിക്കും.
കട്ടപ്പനയിൽ നിന്ന് ആരംഭിച്ച സംഗീതയാത്രയുടെ ആദ്യദിന പര്യടനം കുട്ടിക്കാനത്താണ് സമാപിച്ചത്. നാളെ കുമളി, അണക്കര, കമ്പമട്ട മേഖലകളിൽ പര്യടനം നടത്തുന്ന യാത്ര വൈകിട്ട് നെടുങ്കണ്ടത്ത് സമാപിക്കും. ഉപ്പുതറ സെന്റ് മേരീസ് ഫെറോന പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് സന്ദേശവും കരോൾ രാവും നടത്തപ്പെട്ടു. രോഗികളെയും ദുരിതമനുഭവിക്കുന്നവരെയും വീടുകളിലെത്തി ക്രിസ്മസ് സമ്മാനങ്ങൾ നൽകിയാണ് ഇടവകയിലെ അംഗങ്ങൾ ക്രിസ്മസ് രാവ് ആചരിച്ചത്. കൈനിറയെ മധുരപലഹാരങ്ങളും മിഠായികളുമായാണ് ഇടവകയിലെ അംഗങ്ങൾ ഓരോ ഭവനങ്ങളിലും എത്തിയത്. രോഗികളെയും ദുരിതമനുഭവിക്കുന്നവരെയും ക്രിസ്മസ് ദിനത്തിൽ സന്ദർശിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പരിപാടി നടത്തപ്പെട്ടത്. ഇടവകയിലെ 23 കൂട്ടായ്മ അംഗങ്ങൾ ഓരോ ദിവസമായാണ് ഭവന സന്ദർശനത്തിന് എത്തിയത്. കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി ആളുകളാണ് രാത്രിയിൽ കരോൾ സന്ദേശവുമായി കുന്നുമലയും താണ്ടി ഭവനം തോറും ക്രിസ്തുവിന്റെ പിറവി സന്ദേശം നൽകിയത്. രാത്രിയിലെ ക്ഷീണമകറ്റാൻ ദേവകുമാരന്റെ പിറവി അനുസ്മരിക്കുന്ന ഗാനങ്ങളും ആലപിച്ച് നൃത്തം ചവിട്ടിയാണ് ഇവർ സഞ്ചരിച്ചത്. ക്രിസ്മസിനോടനുബന്ധിച്ച് വീടുകളിൽ കരോൾ ടീമുകൾ എത്തുന്നത് സർവ്വസാധാരണമാണ്. ഇവർ നല്ലൊരു തുക ക്രിസ്മസ് കരോൾ പിരിവായി ഓരോ കുടുംബങ്ങളിൽ നിന്നും വാങ്ങാറുമുണ്ട്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായാണ് പാരിതോഷികങ്ങൾ ഒന്നും വാങ്ങാതെ കൈനിറയെ സമ്മാനങ്ങൾ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും നൽകി ഉപ്പുതറ സെന്റ് മേരീസ് ദേവാലയം ശ്രദ്ധ നേടിയത്. ഇടവക വികാരി ഫാദർ നിക്കോളാസ് പള്ളിവാതകങ്കലും അസിസ്റ്റന്റ് വികാരിയുമാണ് വ്യത്യസ്തമായ ഒരു കരോൾ രാവിന് നേതൃത്വം നൽകിയത്. ജീവിതത്തിന്റെ എല്ലാ സാഹചര്യത്തിലും ദൈവം മനുഷ്യരുടെ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഒരു സന്ദേശം നൽകുക എന്നുള്ളതാണ് ഈ ഭവന സന്ദർശനങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത്. ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്ന് മനുഷ്യന് വിശ്വസിക്കാനായിട്ടും അത് തിരിച്ചറിയാനായിട്ട് സാധിച്ചാൽ അവൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാകും. ഇടവകയിലെ 655 കുടുംബങ്ങളിൽ നിന്നും എല്ലാ ആളുകളും തന്നെ ക്രിസ്മസ് സന്ദേശവുമായി ഭവനം തോറും എത്തി. എല്ലാ മതങ്ങളിലുമുള്ള ആളുകളുടെ ഭവനങ്ങളിലും എല്ലാ മതങ്ങളിലും ഉൾപ്പെട്ട ആളുകളുടെ ഭവനങ്ങളിലും ക്രിസ്മസ് സന്ദേശംഗങ്ങൾ എത്തിയെന്നതാണ് വലിയൊരു പ്രത്യേകത. ഡിസംബർ മാസത്തിലെ തണുപ്പുള്ള രാത്രികളിൽ കൈനിറയെ സമ്മാനങ്ങളുമായി എത്തിയിരുന്ന സാന്താക്ലോസിന്റെ കഥകൾ നാം ഒത്തിരി കേട്ടിട്ടുണ്ട്. പിറവി തിരുനാൾ അടുത്തു വരുന്ന ഈ സാഹചര്യത്തിൽ ഉപ്പുതറയിലെ സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത്തവണ ക്രിസ്മസ് ആഘോഷങ്ങൾ പൊടിപൊടിക്കുന്നത്. ഇടുക്കി നെറ്റ് ന്യൂസിനു വേണ്ടി ഉപ്പുതറയിൽ നിന്നും ബിബിൻ ജോയ്. ക്രിസ്മസ് ആഘോഷം ശബ്ദമുഖരിതമാക്കാൻ കട്ടപ്പനയിലെങ്ങും വഴിയോര വ്യാപാര സ്ഥാപനങ്ങൾ സജീവമായി. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ചൈനീസ് ഉൽപ്പന്നങ്ങളാണ് ഇത്തവണ വിപണിയിലെത്തിയിരിക്കുന്നത്. ഓലപ്പടക്കങ്ങളെക്കാൾ പൂത്തിരി, കമ്പിത്തിരി പോലുള്ള വെടിമരുന്ന് ഉൽപ്പന്നങ്ങൾക്കാണ് ഇത്തവണ വിപണിയിൽ ആവശ്യക്കാർ ഏറെ. കമ്പിത്തിരി പോലുള്ള വെളിച്ചം വിതറി കത്തിത്തീരുന്ന ഉൽപ്പന്നങ്ങൾക്ക് അപകട സാധ്യത കുറവാണ് എന്നതാണ് ഇവയുടെ പ്രിയം വർദ്ധിപ്പിക്കുന്നത്. ഓലപ്പടക്കങ്ങൾ ഒഴികെയുള്ളവ പ്രധാനമായും ചൈനീസ് നിർമ്മിതമാണ് എന്നതും പ്രത്യേകതയാണ്. ഓലപ്പടക്കങ്ങൾക്ക് 4 രൂപ മുതൽ 10 രൂപ വരെയാണ് വില. പാക്കറ്റിലാവുമ്പോൾ ഇവയ്ക്ക് 50 രൂപ മുതൽ 200 രൂപ വരെ വിലയാകും. കമ്പിത്തിരികൾക്കും പൂത്തിരികൾക്കും 50 രൂപ മുതൽ മുകളിലേക്ക് വില നൽകണം. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വിൽപ്പന കുറവാണെന്ന് വ്യാപാരികൾ പറയുന്നു. ഐറ്റങ്ങൾ ഓലപ്പടക്കമൊക്കെ ഉള്ളൂ, ബാക്കി എല്ലാം ചൈനീസാണ് കൂടുതൽ. എല്ലാം പിന്നെ ബിസിനസ്സിലാണെങ്കിൽ വളരെ പുറകോട്ടാണ്, ഈ വർഷം വില കൂടുതലാണ്. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് പടക്കങ്ങളുടെ ശബ്ദ വെളിച്ച സാന്നിധ്യം പകരാൻ കട്ടപ്പനയിലെങ്ങും വഴിയോര വിൽപ്പനശാലകൾ സജീവമായി കഴിഞ്ഞു. നഗരത്തിലെ പ്രധാന നിരത്തുകളിലെല്ലാം ചെറുതും വലുതുമായ നിരവധി വ്യാപാര സ്ഥാപനങ്ങളാണ് ഇത്തരത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. സ്ഥിരം വ്യാപാര സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് പടക്കങ്ങൾക്കും മറ്റു ഉൽപ്പന്നങ്ങൾക്കും നേരിയ തോതിൽ വിലക്കുറവുണ്ട് എന്നത് ആളുകളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകമാണ്. ഇപ്പോൾ വിൽപ്പന കുറവാണെങ്കിലും ക്രിസ്തുമസ് തലേന്ന് പടക്ക വിപണി കൂടുതൽ ഉണർവ് നേടുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികളും. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഹാർമണി SHGയുടെയും ഹാർമണി ഓർക്കസ്ട്രയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ക്രിസ്മസ് സംഗീത പരിപാടി നടന്നു. കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഏറെ സന്തോഷവും ഏറെ അഭിമാനവും തോന്നുന്ന ഒരു ചരിത്ര നിമിഷമാണിത്. നമുക്കറിയാം, ക്രിസ്മസിന്റെ സന്ദേശം ലോകമെങ്ങും എത്തുമ്പോൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് കട്ടപ്പനയുടെ പ്രതീകാത്മകമായ നിലയിൽ കട്ടപ്പനയുടെ ഒരു സാന്നിധ്യം ഈ അവസരത്തിൽ അതറിയിക്കുന്നതിന് വേണ്ടി ഹാർമണി SHGയും ഹാർമണി ഓർക്കസ്ട്രയും സംയുക്തമായി അണിയിച്ചൊരുക്കിയ ക്രിസ്മസ് ഗാനമേള സിംഗ് വിത്ത് സാന്റ 2014 കട്ടപ്പനയിൽ നടന്നു. ഹാർമണി SHG പ്രസിഡന്റ് സാബു എബ്രഹാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ ടിനു പാറക്കടവിൽ ക്രിസ്മസ് സന്ദേശം നൽകി. ക്രിസ്മസ് ഭക്തിഗാനങ്ങൾ ഉൾപ്പെടെ നിരവധി ഗാനങ്ങൾ ഉൾപ്പെടുത്തിയിരുന്ന ഗാനമേള ഏവർക്കും പുത്തൻ അനുഭവമാണ് സമ്മാനിച്ചത്. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും
പരിപാടിക്ക് ഹാർമണി ഓർക്കസ്ട്ര സെക്രട്ടറി സോണി കറുകപ്പള്ളിയിൽ, ദീപു തോമസ് എന്നിവർ നേതൃത്വം നൽകി. നിരവധി പേർ സംഗീത വിരുന്ന് ആസ്വദിക്കുവാൻ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ചിത്ര പ്രദർശനം നടന്നു. ഇടുക്കിയുടെ ദൃശ്യ മനോഹാരിത വെളിവാക്കുന്ന ചിത്ര പ്രദർശനം ഏറെ ശ്രദ്ധേയമായി. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വജ്രോത്സവ നഗരിയിൽ ആസ്വാദകർക്ക് വിസ്മയക്കാഴ്ചയുടെ വിരുന്നൊരുക്കിയ സമന്വയം ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി. ജില്ലയിൽ ഫോട്ടോഗ്രാഫി മേഖലയിൽ നാളുകളായി സേവനമനുഷ്ഠിക്കുന്ന വിജയനാശ, ബേസിൽ പോൾ, ഉല്ലാസ് ജി കുളപ്പുര, പ്രിൻസ് കെ ജോസ്, രാജേഷ് രാഘവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സമന്വയം 2014 എന്ന പരിപാടി സംഘടിപ്പിച്ചത്. ഹരിതഭംഗിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഇടുക്കി ജില്ലയുടെ പ്രകൃതി മനോഹാരിത ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത് ചിത്രങ്ങളായി ചുവരിൽ തൂങ്ങിയപ്പോൾ ആസ്വാദക ഹൃദയങ്ങളെ ഇവ കീഴടക്കി. മലയും പുഴയും മാത്രമല്ല, ഹൈറേഞ്ചിന്റെ ഹരിതശോഭ നിലനിർത്തുന്ന സംരക്ഷിത വനമേഖലകളിലെ വന്യജീവികളും ഇവയുടെ വ്യത്യസ്ത ഭാവങ്ങളും ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. കുടിയേറ്റ ഗ്രാമമായ രാജാക്കാട് പഞ്ചായത്തിന്റെ ചരിത്രഭാഗങ്ങളായ ചിത്രങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യത്തെ ഭരണസമിതി അംഗങ്ങളും പഞ്ചായത്ത് ജീവനക്കാരും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, കട്ടപ്പന. സ്വർണം പവന് 20,040 രൂപ, 1 ഗ്രാം 2,505 രൂപ, വെള്ളി ഗ്രാമിന് 39 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്ര ഗോൾഡ്, കട്ടപ്പന. കമ്പോള വാർത്തകൾ. ഏലം കൂടിയ വില 800, കുറഞ്ഞ വില 750. കുരുമുളക് കിലോഗ്രാമിന് 665 രൂപ, കാപ്പി 130 രൂപ, റബ്ബർ 105 രൂപ, ഗ്രാമ്പു 950 രൂപ. കൊക്കോ 53 രൂപ. ജാതി കൂടിയ വില 300, കുറഞ്ഞ വില 250. ജാതിപത്രി കൂടിയ വില 1000, കുറഞ്ഞ വില 750. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ വിരുദ്ധ സമരങ്ങളിൽ പങ്കെടുക്കുന്ന യുവാക്കളെ ആകർഷിച്ച് പ്രവർത്തനം ശക്തിപ്പെടുത്താൻ മാവോയിസ്റ്റുകൾ ശ്രമിക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇടുക്കിയുടെ അതിർത്തി മേഖലകളിൽ ഉൾപ്പെടെ മാവോയിസ്റ്റ് സാന്നിധ്യം ഉള്ളതായുള്ള സൂചനകൾ നിലനിൽക്കെ റിപ്പോർട്ടിന്റെ പ്രസക്തി വർദ്ധിക്കുന്നു. സാങ്കേതിക സഹായത്തോടെ വിവാഹ തട്ടിപ്പ് നടത്തിയ യുവാവിനെ രഹസ്യ നീക്കത്തിലൂടെ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്രത്തിൽ വരുന്ന വിവാഹ പരസ്യം ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയ തൃശൂർ സ്വദേശി ബിജു കെ ജോസഫാണ് വലയിലായത്. ലീഡർ വിടവാങ്ങിയിട്ട് 4 വർഷം. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വിവാദ പുരുഷനും വാർത്തകളിൽ നിറഞ്ഞു നിന്നതുമായ വ്യക്തിയാണ് കെ കരുണാകരൻ. പാനൂർ സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ സഭാ തർക്കങ്ങൾ തുടരുന്നു. തർക്കപരിഹാരത്തിനായി RTO വിളിച്ചു ചേർത്ത യോഗം പരാജയപ്പെട്ടു. തർക്കം രൂക്ഷമാകുന്നതിന് പിന്നിൽ DCC പ്രസിഡന്റാണെന്നും ആരോപണം. പാചകവാതക സബ്സിഡിയിലും തിരിമറി. നെടുങ്കണ്ടം മഞ്ഞപ്പാറ മേഖലയിൽ പാചകവാതകത്തിന് ലഭിക്കേണ്ട സബ്സിഡി കുറച്ചാണ് സ്വകാര്യ വിതരണ ഏജൻസി നൽകിയതെന്ന് ആരോപണം. ഇടുക്കി നെറ്റ് വാർത്തകൾ ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി,
കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ് കട്ടപ്പന. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലത തൻ ചാരുതയോ. മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ Celebrating 50 magical years. Ledha Textiles, Main Road, കട്ടപ്പന. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ് സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടനെ വിളിച്ച് പറയുന്ന കടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീയൊക്കെ അല്ലേ വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. എടാ നിനക്കല്ല കിടുക്കി ഡ്രസ്സ് വേണം, നീ ആ പെട്രോളിലോട്ട് ചെല്ലു. എടാ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്, നല്ല കളക്ഷനാ. പെട്രോൾ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. കെജിസ് ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണശാല കെജിസ് സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. കെജി സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. രുചിയുടെ ഉയരങ്ങൾ കീഴടക്കൂ ഞങ്ങളോടൊപ്പം. അഡോൺ ബേക്കേഴ്സ്, പള്ളിക്കവല, കട്ടപ്പന. അഡോൺ ബേക്കേഴ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്, കെജിസ് ബിൽഡിംഗ്, ഇരട്ടയാർ റോഡ്, കട്ടപ്പന. ടേസ്റ്റ് ഇൻ ഹൈ റേഞ്ച്. ഏവർക്കും അഡോൺ ബേക്കേഴ്സിന്റെ ക്രിസ്മസ് ആശംസകൾ. You know that thing must be 100 years old. ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം मेरे डोल सुन मेरे प्यार की तुम मेरे ढोल सुन मेरी चाहते
കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ ടി.വി. സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ ടി.വിയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും.